ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഡെസേർട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സ്വീറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബനാന പുഡിംഗ് ഉണ്ടാക്കുന്നതെന്ന്. 2-3 പഴം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പുഡിംഗ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഏലക്കയും 1/4 കപ്പും 2.5 ടേബിൾ സ്പൂണുമാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. 3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ എടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ ചെറിയ വ്യത്യാസം വരുത്തുക. ഈ 2.5 ടേബിൾ സ്പൂൺ എന്നുള്ളത് ചെറിയ പാത്രമാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതി, വലിയ പാത്രമാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ വേണ്ടത് മുട്ടയാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റോബസ്റ്റ പഴം അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ കിട്ടുന്ന ചിങ്ങൻ പഴം. ഈ 2 പഴത്തിൽ ഏത് വേണമെങ്കിലും എടുക്കാം. രണ്ടും ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഏലക്കയ്ക്ക് പകരം വാനില എസൻസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. ആദ്യം നമുക്ക് നമ്മുടെ കാരമൽ സിറപ്പ് റെഡിയാക്കണം. കാരമൽ സിറപ്പ് റെഡിയാക്കി നമ്മുടെ പുഡിംഗ് ബൗൾ ഏതാണെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെക്കട്ടെ. ഞാനിപ്പോൾ ഒരു പാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് റൗണ്ടുള്ള പാത്രമാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത്. നിങ്ങൾ ഈ വലുപ്പത്തിലുള്ള പാത്രമല്ല എടുക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പഞ്ചസാര എടുക്കുന്നത് പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചാവണം. ഇനി ഈ പഞ്ചസാര ഒന്ന് കാരമലായി വരണം, ഒന്ന് ചൂടായി വന്നിട്ട് നന്നായിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായി വരണം. ഡാർക്ക് കളറായി പോരുത്, ഒരു മീഡിയം ബ്രൗൺ ഷെയ്ഡിലേക്ക് വരണം. ഡാർക്ക് ബ്രൗൺ ആവരുത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. പഞ്ചസാര മെൽറ്റായി തുടങ്ങുമ്പോൾ ഇളക്കാം, ഇപ്പോൾ ഇളക്കണ്ട. അപ്പോൾ നമ്മുടെ പഞ്ചസാര മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ലൈറ്റായിട്ട് സൈഡിലൊക്കെ ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രം അടുപ്പിച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പഞ്ചസാര മെൽറ്റായി കഴിയുമ്പോൾ ഇനി കളർ മാറ്റിയെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, വേഗം തന്നെ കളർ മാറിപ്പോവും. മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ പാത്രം ഒന്ന് ചുറ്റിച്ച് റെഡിയാക്കി എടുക്കുക. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ കാരമൽ വരുന്ന രീതിയിൽ പാത്രം ഒന്ന് മൊത്തം ചുറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പുഡിംഗ് ട്രേ റെഡി ആയിട്ടുണ്ട്. ഞാനിത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ പാത്രത്തിൻ്റെ വലിപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് പഞ്ചസാര കണക്കാക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കാം. നമ്മളിപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വലിപ്പത്തിലുള്ള പഴമാണ് എടുക്കുന്നതെങ്കിൽ മാത്രം 3 പഴം എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു അളവിൽ 2 പഴം എടുത്താൽ മതി കേട്ടോ, വലിയ പഴമാണെന്നുണ്ടെങ്കിൽ. എൻ്റെ കയ്യിൽ ചെറിയ പഴമായതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും അളവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാം. കുറച്ച് വലിയ പീസുകളായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പഴം. അതെന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതല്ലേ. നല്ല പഴുത്ത പഴം എടുക്കുക. പച്ചപ്പഴം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല പുഡിങ്ങിന്. അപ്പോൾ പഴം മുഴുവൻ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടെ. ഇപ്പോൾ നമ്മുടെ പഴം മുഴുവൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയിലും 1/4 കപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പിൻ്റെ കൂടെ 1-2 ടേബിൾ സ്പൂൺ കൂടുതൽ ചേർക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രം അല്ലെങ്കിൽ സ്റ്റീമർ ഒന്ന് വെള്ളം വെച്ചിട്ട് ചൂടാക്കാൻ വെക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മിക്സ് സെറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ സ്റ്റൗവിലേക്ക് വെക്കാം കുക്ക് ചെയ്യാനായിട്ട്. അതിനാണ് നമ്മളൊന്ന് ചൂടാക്കാൻ വെക്കുക എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നത് 3 ഏലക്കയാണ്. ഏലക്കപ്പൊടി ചേർക്കാം, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഏലക്ക ഫ്രഷായിട്ട് ഇതുപോലെ മുഴുവനോടെ ചേർക്കുമ്പോഴാണ്. ഇത് നമ്മൾ അരിച്ചിട്ടാണ് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് ഏലക്ക ചേർത്താലും ഏലക്കയുടെ തൊലിയൊക്കെ മാറി കിട്ടും. ഇനി ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ. അതിന് ശേഷം വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മിക്സ് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിക്കാത്ത പാല് തന്നെ എടുക്കുക. 1/2 കപ്പ്
അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് വിപ്പ് ചെയ്തെടുക്കുക. പാലൊന്ന് മിക്സ് ആയി കിട്ടണം, അത്രയേ ഉള്ളൂ. തിളപ്പിച്ച പാല് വേണ്ടാന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി കുക്ക് ചെയ്യാൻ പോവാണല്ലോ, അതുകൊണ്ടാണ് തിളപ്പിച്ച പാല് വേണ്ടാന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതാ പൾസ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് അരിച്ച് നമ്മുടെ പുഡിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ബൗൾ ഇതാ സെറ്റായിരിക്കുന്നുണ്ട്. നമ്മുടെ കാരമലൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിലൂടെ, സ്റ്റീലിൻ്റെ അരിപ്പയാണെങ്കിൽ വളരെ നല്ലത്, അരിപ്പയിലൂടെ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു ലിഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് സ്റ്റീമറിലേക്ക് അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. 30 മിനിറ്റ് തന്നെ ആവി കയറ്റിയെടുക്കണം, അല്ലെങ്കിൽ 35 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. അതിൽ കുറവ് സമയം എടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്, വലിയ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്. അപ്പോൾ അത് കണ്ടോ, ഇതിൽ ഏലക്കയുടെ തൊലിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്നിനി നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് വെക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് 30 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കാണാം. ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് വെക്കുന്നതൊന്നും കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലി തട്ടിൽ വെക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ ഒരു ലിഡ് ഉപയോഗിച്ച് കവർ ചെയ്താണ് ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത്. അലുമിനിയം ഫോയിൽ ഇല്ല, അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചാണ് നിങ്ങൾ കവർ ചെയ്ത് വെക്കുന്നതെങ്കിൽ ഒരു 2-3 ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു സ്ക്യൂവർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചോ. പിന്നെ ഇത് ഇടയ്ക്ക് തുറന്നു നോക്കരുത്. ഇടയ്ക്ക് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവില്ല. നമ്മൾ കുക്കായെന്ന് നോക്കുന്നത് 30 മിനിറ്റിന് ശേഷമായിരിക്കണം. അപ്പോൾ ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക. സ്ക്യൂവർ ആയിരിക്കും ഏറ്റവും നല്ലത്. സ്ക്യൂവറിൽ പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പുഡിംഗ് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുക്ക് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ദാ കുക്കായി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് കാണാൻ പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. ഭംഗി വരാൻ പോകുന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചൂടോടെയാണ് ഇത് കണ്ടത്. അതുപോലെ നമ്മൾ കുത്തി നോക്കുമ്പോൾ സ്ക്യൂവറിലൊന്നും ആവുന്നില്ല, നമ്മുടെ വിരലിലൊന്നും ആവുന്നില്ല. അപ്പോൾ നല്ല ചൂടാണ്. ഇത് നന്നായിട്ട് ചൂട് മാറിയിട്ടേ നമുക്ക് ഭംഗിയുള്ള പോർഷൻ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചൂടോടുകൂടി ഇത് നമ്മൾ കമഴ്ത്തിയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഇത് ചൂട് മാറാൻ വയ്ക്കുക. ചൂട് മാറി കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചൂട് മാറി വരട്ടെ പുഡിങ്ങിൻ്റെ. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ദാ ചൂടൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഡീമോൾഡ് ചെയ്യുമ്പോൾ പ്ലേറ്റ് ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ ഡീമോൾഡ് ചെയ്യാനായിട്ട്. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെഡിയായി. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ഈസി അല്ലേ. നമ്മൾ ഒരു 5 മിനിറ്റ് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 30 മിനിറ്റ് സ്റ്റൗവിൽ വെക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് ചൂട് മാറാൻ എടുത്ത് വെക്കുക. ഇതിപ്പോൾ ഞാൻ വട്ടം കൂടിയ കേക്ക് ടിന്നിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഹൈറ്റ് കുറവായിട്ടിരിക്കുന്നത്. നിങ്ങൾ വട്ടം കുറഞ്ഞ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി തണുപ്പിച്ചോ തണുപ്പിക്കാതെയോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം. എങ്ങനെയാണെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇഫ്താറാണ്, അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം ചായക്ക് കഴിക്കാനാണെങ്കിലും കുട്ടികൾക്കൊക്കെ ഇനിയിപ്പോൾ വെക്കേഷനാണ് വരുന്നത്, ആ വെക്കേഷൻ ടൈമിൽ കഴിക്കാനാണെങ്കിലും ചൂട് സമയത്ത് നല്ലൊരു പുഡിംഗ്, വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ ഇതിന് മുന്നേ വേറെ പുഡിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കോഫി പുഡിങ്ങും അല്ലാതെ മിൽക്ക് പുഡിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നീതാസ് ടേസ്റ്റ്ലാൻഡ് പുഡിംഗ് റെസിപ്പീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുഡിങ്ങുകളുടെ ഒക്കെ റെസിപ്പി കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ റംസാൻ്റെ നോമ്പ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഈസ്റ്ററിന് ഒരു ഡെസേർട്ടായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലോ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കോഫി പുഡിങ്ങൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. എല്ലാ പുഡിങ്ങും ടേസ്റ്റിയാണ്. കോഫി പുഡിംഗ് കോഫി ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാ പുഡിങ്ങും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേനൽക്കാലത്തല്ലേ നമുക്ക് ഇതുപോലെ പുഡിങ്ങൊക്കെ കൂടുതൽ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.